ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? ഞാനിപ്പോൾ ഉള്ളത് സൗദിയിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ആ കാര്യം അറിയാം. അപ്പോൾ പ്ലീസ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മോരുകറി ഉണ്ടാക്കിയാലോ? ഇന്നത്തെ സ്പെഷ്യൽ നല്ല നാടൻ മോരുകറി ചേമ്പിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എനിക്കിത് വലിയ ചേമ്പാണ്, അത്യാവശ്യം വലിയ ചേമ്പാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിത് ആദ്യം വെട്ടി ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞ് ചേമ്പ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ. ചേമ്പ് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ചോറി ചില ചേമ്പൊക്കെ അതൊക്കെ സൂക്ഷിച്ച് അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം കേട്ടോ. പിന്നെ ചെറുതായിട്ട് ചെറിയ ചൊറിയുണ്ട്, പിന്നെ കറിയൊന്നും വയ്ക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചേമ്പ് കുട്ടന്മാരെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഇത്രയുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കണ്ടോളൂ. അപ്പോൾ ആദ്യം തന്നെ സ്റ്റവ് ഓണാക്കിയിട്ട് മൺകലോട്ട് ഞാൻ വയ്ക്കും. നമ്മുടെ നാടൻ കറി ഉണ്ടാക്കുമ്പോൾ മൺകല വയ്ക്കും ബെസ്റ്റ്. അപ്പോൾ മൺകല വെച്ചു. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചേമ്പ് ഇട്ട് കൊടുക്കുക. ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് എരിവിന് കുറച്ച് മുളക് പൊടി കളറിന്. അപ്പോൾ നമ്മുടെ ഇത്രയും ഐറ്റംസാണ് ആഡ് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഇങ്ങനൊന്ന് യോജിക്കട്ടെ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ഇടാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് എരിവനുസരിച്ച് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ടായിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ എരിവൊക്കെ നല്ലപോലെ ഇറങ്ങിപ്പോകും. അതെ, പച്ചമുളക് ഇട്ടു കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം അത് വേവണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അത് കുറച്ച് നേരം അടഞ്ഞിരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളത് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അതിന് വേണ്ടിയുള്ള തേങ്ങ അരപ്പുണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് വേണ്ടത് തേങ്ങയാണ് കേട്ടോ, ചെറിയ തേങ്ങ. ഞാനിത് റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണ്. ഇവിടെ ഷോപ്പുകളിൽ റെഡിമെയ്ഡ് ഇങ്ങനെ തേങ്ങ ചെറിയത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് വാങ്ങിക്കാൻ കേട്ടോ. കുറച്ച് കുറച്ച് ദിവസം നിൽക്കും കേടാവാതെ. അപ്പോൾ ഫ്രിഡ്ജിൽ നല്ല ടൈറ്റ് ചെയ്ത് കണ്ടെയ്നറാക്കി വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ കുഞ്ഞി ജാറിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇടാം കേട്ടോ. നമ്മൾ എന്തോരം ക്വാണ്ടിറ്റിയിലാണ് കറി വയ്ക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ അരപ്പെടുക്കാം കേട്ടോ. മീൻസ് അതിന് വേണ്ടി ഉള്ള അളവിൽ അരപ്പെടുക്കാം. അപ്പോൾ തേങ്ങ എടുത്തു. അതിനകത്തേക്ക് ഒരു കഷ്ണം പച്ചമുളക് ഇടാം, 2 വേപ്പില. അതുപോലെ തന്നെ കണ്ടോ, ഇവിടെ വേപ്പിലൊക്കെ ഇങ്ങനെ പാക്കായിട്ട് ഇങ്ങനെ നമുക്ക് കുറേ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. വേപ്പില സ്മെല്ല് ഇഷ്ടമുള്ളത് എത്ര പേരുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. കറിയിലിടുമ്പോഴായാലും ഞാൻ വേപ്പിലൊക്കെ കുറേ ഇടും. എനിക്കിഷ്ടമാണ് വേപ്പിലയുടെ സ്മെല്ല്, ടേസ്റ്റ്. അപ്പോൾ വേപ്പില, പച്ചമുളക്. പിന്നെ നമ്മൾ കുറച്ച് ആഡ് ചെയ്യേണ്ടത് ജീരകം കേട്ടോ. അതെ, ജീരകം കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മോരുകറിയിൽ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് മോര്. അപ്പോൾ മോര് നമ്മളിങ്ങനത്തെ ഒരു പാക്കാണ്. അപ്പോൾ
അല്ല കട്ട തൈരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പുളി ഉണ്ടാവില്ല. ഇവിടുത്തെ കേടിനൊക്കെ പുളി കുറവായിരിക്കും. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നാടനാക്കി ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ നല്ല പുളിയായിരിക്കും. അപ്പം മുരികൾക്കൊക്കെ ചെറിയ പുളി വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതെടുത്തിട്ട് പുറത്ത് വയ്ക്കും. നമ്മൾ ഫ്രിഡ്ജിലാണ് സാധാരണ വെക്കുന്നത്, ഫ്രിഡ്ജിൽ വയ്ക്കാതെ ഞാൻ പുറത്ത് വയ്ക്കും. കാരണം ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂടിലിരുന്ന് പിറ്റേ ദിവസത്തേക്ക് കുറച്ചും കൂടി പുളിയായി കിട്ടും. അപ്പോൾ ഇവിടെ സൗദിയിൽ അല്ലെങ്കിൽ പുറത്തുള്ളവരൊക്കെ പുളിയില്ലാത്ത കേടിങ്ങനെ കിട്ടണമെങ്കിൽ പുറത്ത് ചൂടത്ത് പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നല്ലപോലെ പൊടിച്ച് കിട്ടും കേട്ടോ. അത് കുറച്ച് ആഡ് ചെയ്ത് കേട്ടോ. ഒരു 5-6 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ തേങ്ങ എടുക്കുമ്പോൾ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് കുറച്ചുള്ളൂ. അപ്പം ഞാനത് ഫുൾ ആഡ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ പൊട്ടിക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇച്ചിരി വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ നല്ലപോലെ അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഒന്ന് നെക്കി ഉടച്ച് നോക്കാം കേട്ടോ. വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. സമയത്ത് നമ്മൾ ഉപ്പ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഉപ്പ് പുളിയേക്കാം. അപ്പം എല്ലാം ഇച്ചിരി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഇത്തിരി ഉപ്പ് തന്നെ. ഓക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കടുക് താളിക്കുക എന്നുള്ളതാണ്. ഉലുവയും കടുകും വറ്റൽമുളകും വേപ്പില ഇട്ടിട്ട് ഇതൊന്ന് താളിച്ചെടുക്കണം. ഇതൊന്ന് അരപ്പിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് താളിക്കാനുള്ളതെല്ലാവരും റെഡിയാക്കാം. അപ്പോൾ ഇതേ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവിടാം. ഉലുവിട്ടതൊന്ന് പൊട്ടണ സൗണ്ട് കേൾക്കണ്ട. ഉലുവൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക്, അത് കഴിഞ്ഞ് 2 വറ്റൽമുളകാണ് കൊടുക്കുന്നത്. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ചൂടാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. നല്ലൊരു സ്മെല്ല് വരും. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി മാത്രം. അതൊന്ന് സെറ്റാകാം. ഇനി അതവിടെ നിന്നൊന്ന് ചൂടായിക്കോളാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോര് കറി റെഡി ആയിട്ടാണ്.
അപ്പോൾ ഈ മോരുകറി ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.